വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് വന്നിരിക്കുന്ന പ്ലസ് വണ്ണിലെ ഒരു ടോപ്പിക്കുമായിട്ടാണ്. പ്ലസ് വണ്ണിലെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു കോൺസെപ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോൺസെപ്റ്റ് ഓഫ് ബിസിനസ്, അതായത് ബിസിനസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് അവിടെ മുതൽ നമുക്ക് തുടങ്ങണം അല്ലേ. കാരണം നമ്മൾ പഠിക്കുന്നത് ബിസിനസ് സ്റ്റഡീസ് എന്നുള്ളൊരു സബ്ജക്റ്റാണ് ഇവിടെ. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ എന്താണ് ബിസിനസ് എന്നറിയാതെ പിന്നെ നമ്മൾ അങ്ങോട്ട് നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് അതത്ര നല്ലൊരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് എന്താണ് ബിസിനസ് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു കണ്ടന്റ് കൊടുത്തിട്ടുള്ളത് കോൺസെപ്റ്റ് ഓഫ് ബിസിനസ്. ദ ടേം ബിസിനസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ബിസി. ദെർഫോർ ബിസിനസ് മീൻസ് ബീയിങ് ബിസി. സോ ബിസിയാണ് അല്ലേ. നമ്മൾ ഈ ബിസിനസ് പീപ്പിൾ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതും ശരിക്കും നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ബിസിനസ് ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ബിസി പേഴ്സൺ ആയിരിക്കും അല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമുക്ക് ബിസിനസ് ചെയ്യുന്ന പലരെയും നമുക്ക് കാണാൻ പറ്റും. ദ ബിസിനസ് റെഫേഴ്സ് ടു എൻ ഒക്യുപ്പേഷൻ ഇൻ വിച്ച് പീപ്പിൾ റെഗുലർലി എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു പർച്ചേസ്, പ്രൊഡക്ഷൻ ആൻഡ് ഓർ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് വ്യൂ ടു ഏൺ പ്രോഫിറ്റ്സ്. അപ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ ബിസി ആയിട്ട് ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ ബിസി ആയിട്ട് പല പല ആക്ടിവിറ്റീസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന വെച്ചാൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാം അല്ലേ, അത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, എന്നിട്ട് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് സെയിൽ ചെയ്യാം. അപ്പോൾ സെയിൽ ചെയ്യുമ്പോഴും അവിടെയും മാർക്കറ്റിംഗ് എന്നുള്ള വലിയൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് മെയിനായിട്ടും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അതാണ് ആക്ച്വലി എന്ത് ബിസിനസ് എന്ന് പറയുന്നത്. അത് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡെഫിനിഷനിലൂടെ നമുക്ക് ബിസിനസ്സിനെ അറിയാം. ബിസിനസ് ഈസ് ഡിഫൈൻഡ് ആസ് എ റിപ്പീറ്റഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു ഏൺ പ്രോഫിറ്റ് വിച്ച് ഇൻവോൾവ്സ് ദ ക്രിയേഷൻ ഓഫ് വെൽത്ത്. ഇപ്പോൾ ഒരു ഡെഫിനിഷൻ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. റിപ്പീറ്റഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ്, അത് റിപ്പീറ്റഡ് ആയിട്ട് ആ പ്രോസസ് ചെയ്യണം, ബൈയിങ് ആൻഡ് സെല്ലിംഗ് അല്ലേ. അല്ലെങ്കിൽ മാനുഫാക്ചറിങ്, റിപ്പീറ്റഡ് ആയിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നു. അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഗുഡ്സ് മാത്രമല്ല സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റൻഷൻ ടു ഏൺ പ്രോഫിറ്റ് വിച്ച് ഇൻവോൾവ്സ് ദ ക്രിയേഷൻ ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇതാണ് ഈ ബിസിനസ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത് തന്നെ. നമ്മൾ രണ്ട് കാറ്റഗറി ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് ഇതിന് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ സ്മോളർ ക്ലാസ്സസിൽ കേട്ടിട്ടുണ്ട്. എക്കണോമിക്സ് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലേ. വളരെ സിമ്പിളായിട്ടൊരു കോൺസെപ്റ്റ് തന്നെയാണ്. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മണി ഇൻവോൾവ്മെൻ്റ് ഉള്ള ആക്ടിവിറ്റീസ്. നോൺ എക്കണോമിക് എന്ന് പറയുമ്പോൾ മണി ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത ആക്ടിവിറ്റീസ് അല്ലേ. നമ്മളിപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ അത് എക്കണോമിക് ആക്ടിവിറ്റി, ബിക്കോസ് നമ്മൾ അതിന് ക്യാഷ് പേ ചെയ്യുന്നുണ്ട്. പക്ഷേ വീട്ടിൽ നമ്മൾക്കിപ്പോൾ അമ്മ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നത് അതിന് നമ്മൾ മണി പേ ചെയ്യും. മീൻസ് അപ്പോൾ പറയും പർച്ചേസ് ചെയ്യാനായിട്ട് പൈസ. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ആ ഒരു കുക്കിംഗ്, നമ്മൾ ആ ഫുഡ് നമ്മൾക്ക് ഇപ്പോൾ അമ്മ നമ്മൾക്ക് കുക്ക് ചെയ്ത് തരുന്നു, ആ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ പൈസ കൊടുക്കുന്നില്ല അല്ലേ. അപ്പോൾ എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ള കോൺസെപ്റ്റ് നമ്മളിവിടെ ഒന്ന് ഓർക്കണം. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വഴിയെ മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എക്കണോമിക് ആക്ടിവിറ്റി. Activities undertaken to earn money or money's worth and related to production and exchange of wealth അല്ലേ. മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത്, അതുപോലെ തന്നെ വെൽത്ത് എക്സ്ചേഞ്ച് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസ്, ഇതെല്ലാം നമ്മൾക്ക് എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ള കാറ്റഗറി പെടുത്താം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഫാക്ടറി റൺ ചെയ്യുന്ന ഒരു ഷോപ്പ്, റീറ്റെയിൽ ഷോപ്പ് റൺ ചെയ്യുന്നത്, റീറ്റെയിൽ ഷോപ്പ് എന്ന് മാത്രമല്ല ഒരു ലാർജ് സൈസ്ഡ് ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നതും ഈവൻ ലാൻഡ് കൾട്ടിവേഷൻ ചെയ്യുന്നതും ഇതെല്ലാം എന്ത് തന്നെയാണ്? എക്കണോമിക് ആക്ടിവിറ്റി. കാരണം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഏൺ മണി. അപ്പോൾ എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി? ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ നോട്ട് ഫോർ എനി റിവാർഡ് ബട്ട് ഫോർ ദ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലേ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു റിവാർഡ്, മോണിറ്ററി റിവാർഡ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് കൊടുത്തിരിക്കാൻ നോക്കിയേ. മദർ ലുക്സ് ആഫ്റ്റർ ഹെർ ചിൽഡ്രൻ, എ ഹൗസ് വൈഫ് കുക്സ് ഫുഡ് ഫോർ ദ ഫാമിലി, വിസിറ്റിംഗ് ടെമ്പിൾസ് എക്സെട്ര അല്ലേ. അതുപോലെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് ഇപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷനിൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എന്താ? നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. കാരണം നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ പൈസ വാങ്ങിച്ച് പോക്കറ്റിൽ വെക്കാറില്ല അല്ലേ. ഇതെല്ലാം നമ്മളുടെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ മണി ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് വി ക്യാൻ കോൾ ദീസ് ആക്ടിവിറ്റി ആസ് വോട്ട് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കാം ഈ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെയും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെയും മേജർ ഡിഫറൻസസ് എന്ന് പറയുന്നത്?
എക്കണോമിക് ആക്ടിവിറ്റീസ് ടു ഏൺ മണി ഓർ മണീസ് വെർത്ത്, അല്ലേ? മണി ഏൺ ചെയ്യുക, പൈസ സമ്പാദിക്കുക എന്നുള്ളതാണ് എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ മെയിൻ പർപ്പസ്. പക്ഷേ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നതോ ഇറ്റ്സ് ഫോർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഡിഫറൻസ് ആണ് എക്കണോമിക് ആക്ടിവിറ്റീസ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. കാരണം എക്കണോമിക് ആക്ടിവിറ്റി ഒരു ട്രാൻസാക്ഷൻ, ഫോർ എക്സാമ്പിൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹20,000 എന്ന് പറയുമ്പോൾ അവിടെ 20,000 ഇസ് ദ മോണിറ്ററി വാല്യൂ. അപ്പോൾ അങ്ങനെ ഒരു മോണിറ്ററി വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റിയിൽ കാണുന്നത്. പക്ഷേ നോൺ എക്കണോമിക് ആക്ടിവിറ്റിയിൽ നമുക്കൊരു മോണിറ്ററി വാല്യൂ കാണാനായിട്ട് സാധിക്കില്ല, അല്ലേ? ഇവൻ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നുണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ നമ്മളത് റിസീവ് ചെയ്യുന്ന ആ പേഴ്സൺ ആ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളവിടെ മണി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലേ? നമ്മൾ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പൈസ വാങ്ങിച്ചിട്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇറ്റ് കനോട്ട് ബി മെഷേർഡ് ഇൻ മോണിറ്ററി ടേംസ്, വിച്ച് വൺ നോൺ എക്കണോമിക് ആക്ടിവിറ്റി. ഇനി ഓൺ ദി ബേസ് ഓഫ് റിവാർഡ് പറയുകയാണെങ്കിൽ മണി ഈസ് ദ റിവാർഡ് ഫോർ എക്കണോമിക് ആക്ടിവിറ്റി, ബട്ട് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ റിവാർഡ് ഫോർ നോൺ എക്കണോമിക് ആക്ടിവിറ്റി. അത് നമുക്ക് വളരെ ക്ലിയർ ആണ്, അല്ലേ? അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മളത് പ്രോഫിറ്റോ അല്ലെങ്കിൽ മണി ഓറിയൻറ്റഡ് ആണ്, അല്ലേ? പക്ഷേ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ലക്ഷ്യം വെച്ചിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് തന്നെയാണ്. ബിക്കോസ് നമുക്കറിയാം ബിസിനസ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ തികച്ചും എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ബഹളമുള്ള ഒരു ഏരിയ ആണ് ബിസിനസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ നോർമലി കാണുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ പ്രൊഫഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡോക്ടർ, ലോയർ, ഒരു ടീച്ചർ, ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മൈൻഡിലേക്ക് വരുന്ന ഒരു ഡോക്ടറെ ആയിരിക്കും, അല്ലേ? എനിക്കങ്ങനെയാണ്, നിങ്ങൾക്ക് അങ്ങനെയാണോ? നമുക്ക് നോക്കാം. അപ്പം നമ്മളിവിടെ പതുക്കെ ബിസിനസ്സിലേക്ക് തിരിച്ച് വീണ്ടും വരികയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്, അതായത് ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് economic activity. Business is an economic activity because it is undertaken with an object of earning money or livelihood but not for love, affection, etc. അല്ലേ? ഇപ്പം ഞാനൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതെനിക്കൊരു പാഷനായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് ചെയ്യുന്നൊന്നും ആയിരിക്കില്ല, അല്ലേ? എനിക്ക് ആ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്ക് ജീവിക്കാൻ വേണ്ടി എനിക്ക് ക്യാഷ് മണി വേണം, അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. അതല്ലാണ്ട് ഒരു പ്രത്യേക ലവ്, അഫെക്ഷൻ, അങ്ങനെ ഒരു പ്രത്യേക ഐറ്റത്തിനോടോ അല്ലെങ്കിൽ വ്യക്തികളോടോ തോന്നിയിട്ടൊന്നും അല്ല നോർമലി ഒരു പേഴ്സൺ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്യുവർലി നമുക്കിതൊരു എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യാമെന്ന് പറയാം. സെക്കൻഡ് ഫീച്ചർ പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പോൾ ബിസിനസ്സിൽ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊക്യൂർമെൻറ്റ്, പ്രൊഡ്യൂസ് ചെയ്യുന്നതുണ്ട്, കളക്ട് ചെയ്ത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് വെക്കുന്ന ബിസിനസ്സും ഉണ്ട്, അല്ലേ? സോ എവറി ബിസിനസ് ഷുഡ് ഐദർ പ്രൊഡ്യൂസ് ഓർ അക്യൂർ ദ ഗുഡ്സ് ഇൻ വിച്ച് ഇറ്റ് ഡീൽസ്. ദ ഗുഡ്സ് മേ കൺസിസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് കൺസ്യൂം. ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ഉണ്ടാവാം, കൺസ്യൂമർ ഗുഡ്സും ഉണ്ടാവാം. ഇപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെഷീനറി, ഫർണിച്ചർ, അല്ലേ? ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട മെഷീനറി, ഫർണിച്ചർ, അതൊക്കെ ക്യാപിറ്റൽ ഗുഡ്സ് എന്നുള്ള കാറ്റഗറി വരുന്നതാണ്. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. മറ്റൊരു ഫീച്ചറാണ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ദെയർ ഇൻ ബിസിനസ്, അല്ലേ? ഇപ്പോൾ ഒരു ആക്ടിവിറ്റി, അത് എക്കണോമിക് ആക്ടിവിറ്റി, ദാറ്റ് ഈസ് ബിസിനസ് ആണെങ്കിൽ അവിടെ സെയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഈ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? പർച്ചേസും സെയിലും, അല്ലേ? രണ്ടിനെയും കൂടിയാണ് നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത്. സോ ദേ ഷുഡ് ബി സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് ദി ബയ്യർ, അല്ലേ? ഒരാൾ ബയ്യർ ആയിരിക്കും, ഒരാൾ സെല്ലർ ആയിരിക്കും. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ, അവിടെ അവർ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഫോർ പേഴ്സണൽ കൺസംഷൻ ഈസ് നോട്ട് എ ബിസിനസ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഓൺ കൺസംഷന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഒരിക്കലും നമുക്ക് ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? ഇപ്പം ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എൻ്റെ ഉള്ള സ്ഥലത്ത് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഫാം ചെയ്യുകയാണ്. ഞാനിപ്പോൾ ലേഡീസ് ഫിംഗറാണ് ഞാൻ ഫാം ചെയ്തതെന്ന് വിചാരിക്കുക, ഞാൻ പ്ലാൻ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ച് ലേഡീസ് ഫിംഗേഴ്സ് കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ നൈബേഴ്സിന് കുറേ എനിക്ക് കൺസ്യൂം ചെയ്യാവുന്നതിനേക്കാളും കൂടുതൽ വന്നതുകൊണ്ട് ഞാൻ എൻ്റെ നൈബേഴ്സിന് കൊടുത്തു. ഞാൻ എൻ്റെ ഓൺ കൺസംഷൻ എടുത്തു.
അപ്പം ഞാനത് കണ്ടിന്യൂസ്ലി ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ നൈബേഴ്സിനെ ഞാൻ കണ്ടിന്യൂസ്ലി സെയിൽ ചെയ്യുകയാണെങ്കിൽ ഞാനതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആയിട്ട് എടുത്തെങ്കിൽ എനിക്ക് അതിനെ ബിസിനസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം പക്ഷേ പേഴ്സണൽ കൺസംഷന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ഒരിക്കലും ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. അതായത് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് സെയിൽ ചെയ്തു, വീട്ടിലുണ്ടായത് എക്സസ് വന്നത്, അത് തന്നെ കണ്ടിന്യൂ ആ ഒരു ട്രാൻസാക്ഷൻ വീണ്ടും വീണ്ടും ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് അതിനെ ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം, എ പേഴ്സൺ സെൽസ് ഹിസ് ഓൾഡ് സ്കൂട്ടർ ഈവൻ അറ്റ് എ പ്രോഫിറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ ബിസിനസ് ആസ് ദർ ഈസ് നോ കണ്ടിന്യൂറ്റി അല്ലേ. അപ്പോൾ പഴയൊരു വണ്ടി നമുക്കത് വെറുതെ ഇരുന്നിട്ട് ആവശ്യമൊന്നുമില്ല, അപ്പോൾ നമ്മളത് സെയിൽ ചെയ്യുന്നു, ചെറിയൊരു എമൗണ്ട് നമുക്ക് കിട്ടി, ഓക്കെ, നമുക്ക് അത്യാവശ്യം ഹാപ്പി ബിക്കോസ് വെറുതെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ അതേ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്യുവാണ്, അതൊരു ബിസിനസ്സായിട്ട് എപ്പോഴേ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാണ്ട് ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് അതിനെ ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യില്ല. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഏണിംഗ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ബിസിനസ് ആക്ടിവിറ്റി മസ്റ്റ് ബി ഇൻറ്റൻഡഡ് ടു ഏൺ പ്രോഫിറ്റ്. അത് നമുക്കറിയാം, നമ്മൾ ബിഗിനിങ്ങിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള പർപ്പസ് എന്താ, ടു ഏൺ പ്രോഫിറ്റ്. പക്ഷേ സർവീസ് അവർ ചെയ്യുന്നുണ്ട്, ഓരോ ബിസിനസ് ഓർഗനൈസേഷനും പബ്ലിക്കും സർവീസും ചെയ്യുന്നുണ്ട്, പക്ഷേ അവരുടെ മെയിൻ ഇൻറ്റൻഷൻ എപ്പോഴും എന്ത് തന്നെയാണ്, പ്രോഫിറ്റ് ആണ്. ദ ബിസിനസ്മാൻ ഷുഡ് ടേക്ക് ഓൾ പോസിബിൾ എഫേർട്സ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ബൈ ഇൻക്രീസിങ് സെയിൽസ് വോളിയം ഓർ റെഡ്യൂസിങ് കോസ്റ്റ് അല്ലേ. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യാം, അങ്ങനെ മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക. ഇതാണ് എല്ലാ ബിസിനസ്മാനിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബിസിനസ്സിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. ചെറിയൊരു പ്രശ്നമല്ല, അത്യാവശ്യം വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലേ. കാരണം നമുക്ക് മറ്റിപ്പോൾ എംപ്ലോയ്മെൻറ്റും പ്രൊഫഷനും പോലെ, എസ്പെഷ്യലി എംപ്ലോയ്മെൻറ്റിൽ കുറച്ചും കൂടെ ഫിക്സഡ് ആണ് അല്ലേ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ബിസിനസ്സിൽ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ ഒരു റണ്ണിങ് ഇയറിൽ തന്നെ എങ്ങനെയായിരിക്കും ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്ന്, അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എത്രത്തോളം കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരിക്കലും കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. ആ ഒരു ഫീച്ചറാണ് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. അടുത്തത് എലമെൻ്റ് ഓഫ് റിസ്ക്. ഇപ്പോൾ ബിസിനസ്സിൽ റിസ്ക് ഉണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം ബിസിനസ്സിലേക്ക് പോകേണ്ടത്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ ഉദ്ദേശിച്ച ടൈമിൽ റിട്ടേൺസ് വരുന്ന യാതൊരു നിർബന്ധവും ബിസിനസ്സിലില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എവറി ബിസിനസ് ഈസ് സബ്ജക്ട് ടു റിസ്ക് ഡ്യൂ ടു വേരിയസ് റീസൺ. അതിന് പല കാരണങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ കോവിഡ് പാൻഡമിക് വന്നതിന് ശേഷം കുറേ ബിസിനസ് ഓർഗനൈസേഷൻ സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന കുറേ ബിസിനസ് ഓർഗനൈസേഷൻ നഷ്ടത്തിൽ പോയി, അത് അടച്ച് ഇടേണ്ട സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. ഇതൊന്നും ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നതല്ല അല്ലേ. അതുപോലെ തന്നെ ഫ്ലഡ് വരുമ്പോഴും ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോഴും മാൻമെയ്ഡ് ആയിട്ടുള്ള അല്ലാത്തതുമായിട്ടുള്ള പല റിസ്കുകൾ ഒരു ബിസിനസ്സിനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്യാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് എലമെൻറ്റ് ഓഫ് റിസ്ക് ഇസ് ഓൾവേസ് പ്രസൻറ്റ് ഇൻ ദ ബിസിനസ്. ഓക്കെ, അതിൽ ഡിഫറെൻറ്റ് റീസൺസ് ഉണ്ട്. അതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ച ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, പ്രൊക്യൂർ ചെയ്യുക, അതുപോലെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുക. ദെൻ റെഗുലർ ഡീലിങ്സ് അല്ലേ, ഒരു വൺ ടൈം ഡീലിംഗ് അല്ല നമ്മൾ ബിസിനസ്സിൽ കാണുന്നത്, റെഗുലർ ആയിട്ട് ട്രാൻസാക്ഷൻസ്. ദെൻ ഏണിംഗ് പ്രോഫിറ്റ്, മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് റിട്ടേണിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നമുക്ക് സർട്ടൻ ആയിട്ട് പറയാൻ പറ്റില്ല എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ആൻഡ് എലമെൻറ്റ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത് എപ്പോഴും പ്രസൻ്റ് ആയിരിക്കും ഈ ഒരു ഫീൽഡ്, ബിസിനസ്സിൻ്റെ ഫീൽഡ്. അപ്പോൾ എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ടോപ്പിക്കുമായിട്ട് വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്. ബൈ.